ഹലോ ഓൾ, നമ്മൾ ഇന്ന് നോക്കുന്നത് പേജ് നമ്പർ 102 എക്സസൈസ് ആണ്. അതിൽ ക്വസ്റ്റ്യൻ നമ്പർ 1, കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദി പാരലലോഗ്രാംസ് ഷോൺ ബിലോ. തന്നിരിക്കുന്ന പാരലലോഗ്രാംസിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. സോ വാട്ട് ഇസ് ദ ഫോർമുല ടു ഫൈൻഡ് ഏരിയ ഓഫ് ദി പാരലലോഗ്രാം? ഏരിയ ഓഫ് ദി പാരലലോഗ്രാം എന്ന് പറയുന്നത് കണ്ടെത്താനുള്ള ഫോർമുല ഈസ് ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഓക്കെ, ബി ഇൻറ്റു എച്ച് ആണ് പാരലലോഗ്രാമിൻ്റെ ഏരിയ കണ്ടെത്താനുള്ള ഫോർമുല. ഇവിടെ നമുക്ക് ബേസ് 4 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദി പാരലലോഗ്രാം. ഇവിടെ 45 ഡിഗ്രി ആണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഈ സൈഡ് 4 സെൻറ്റിമീറ്റർ ആൻഡ് ദിസ് സൈഡ് ഇസ് 2 സെൻറ്റിമീറ്റർ. സോ ഇത് ഒരു 90 ഡിഗ്രി ആംഗിൾ, ഒരു പെർപെൻഡിക്കുലർ നമ്മൾ ഈ ഒരു വെർട്ടെക്സിൽ നിന്ന് താഴേക്ക് ഈ സൈഡിലേക്ക് ബേസിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണ്. സോ ദിസ് ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് ആണ് ഈ പാരലലോഗ്രാമിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. സോ ഇത് 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ എന്തായിരിക്കും ഈ പാരലലോഗ്രാമിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്? നമുക്കിവിടെ ABCD ആണ് പാരലലോഗ്രാം ആയിട്ട് നമുക്ക് എടുക്കാം. ഇതിൽ E എന്ന് പറയുന്ന പോയിന്റ് ED ആണ് അതിൻ്റെ ഹൈറ്റ്. ഓക്കെ, സോ ഈ ED കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്യും? അതാണ് നമ്മളിനി ആലോചിക്കാൻ പോകുന്നത്. സോ ഒന്ന് ആലോചിച്ച് നോക്കാം. 45 ഡിഗ്രി 90 ഡിഗ്രി ഇങ്ങനെയാണ് ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് വരുന്നതെങ്കിൽ സൈഡ്സിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:1/√2 ആണെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. സോ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് ഇവിടെ 2 സെൻറ്റിമീറ്റർ ആണ് തന്നിരിക്കുന്നത്, അല്ലേ? സോ ഇവിടെ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ളത് 2 ആയതുകൊണ്ട് ബാക്കി 2 സൈഡ്സ് എന്ന് പറയുന്നത്, ബാക്കി 2 സൈഡ്സ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഈ √2ൻ്റെ കൂടെ ഒരു √2 കൂടെ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ഇതിലെല്ലാം √2. സോ ED എന്ന് പറയുന്നതും √2 സെൻറ്റിമീറ്റേഴ്സ് ആയിരിക്കും. ഓക്കെ, സോ ഹൈറ്റ് ഓഫ് ദി പാരലലോഗ്രാം എന്ന് പറയുന്നത് √2 ആണ്. സോ ഏരിയ ഈക്വൽ ടു ബേസ് 4 ഇൻറ്റു √2, ദാറ്റ് ഇസ് 4√2 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഈ പാരലലോഗ്രാമിൻ്റെ ഏരിയ. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യനിലും പാരലലോഗ്രാമിൻ്റെ ഏരിയ കണ്ടെത്താനാണ് ക്വസ്റ്റ്യൻ. സോ ഇവിടെ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു, 90 ഡിഗ്രി ആംഗിൾ. സോ ഈ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ളതാണ് 2 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ 30 ഡിഗ്രിയാണ്, ഈ ആംഗിൾ 60 ഡിഗ്രിയാണ്. സോ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡിൻ്റെ ലെങ്ത് എത്രയായിരിക്കും എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അറിയാവുന്നൊരു കാര്യം, ആംഗിൾസ് 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി ആണെങ്കിൽ സൈഡ്സിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:√3:2 ആയിരിക്കും. ഓക്കെ, സോ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ളത് ഓൾറെഡി 2 ആണ്. അങ്ങനെയാണെങ്കിൽ 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് √2 ആയിരിക്കും, √3 ആയിരിക്കും. ആൻഡ് 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ളത് ഇതിൻ്റെ പകുതി, ദാറ്റ് മീൻസ് 1 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, സോ ഏരിയ ഈക്വൽ ടു ബേസ് ഇൻറ്റു ഹൈറ്റ്. സോ ബേസ് 4 സെൻറ്റിമീറ്റർ ആണെന്ന് ഓൾറെഡി തന്നിട്ടുള്ള കാര്യമാണ്. 4 ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് √3. സോ 4√3 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഈ പാരലലോഗ്രാമിൻ്റെ ഏരിയ. ഓക്കെ, നെക്സ്റ്റ് കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾസ് ഷോൺ ബിലോ. തന്നിരിക്കുന്ന ട്രയാങ്കിൾസിൻ്റെ ഏരിയ കണ്ടെത്തണം. ഓക്കെ, സോ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഉള്ള ഫോർമുല, ട്രയാങ്കിൾ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. സോ ഹിയർ ഹാഫ് ഇൻറ്റു, ഇവിടെ ബേസ് എന്ന് പറയുന്നത് 3 ആണ്, ഹൈറ്റ് എത്രയെന്ന് അറിയില്ല, കണ്ടെത്തണം. സോ ഹൈറ്റ് കണ്ടെത്താൻ വേണ്ടി ഞാൻ ഈ ഒരു വെർട്ടെക്സിൽ നിന്ന് താഴേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണ്. ഓക്കെ, സോ ഇത് 90 ഡിഗ്രി, ഇത് 30 ഡിഗ്രി ആൻഡ് ഒബ്വിയസ്ലി ഇത് 60 ഡിഗ്രി ആയിരിക്കും. 90 ഡിഗ്രീൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡ് 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റുള്ള സൈഡ് എന്ന് പറയുന്നത് ഈ 2 സെൻറ്റിമീറ്ററിൻ്റെ പകുതി 1 സെൻറ്റിമീറ്റർ ആയിരിക്കും. സോ ഹൈറ്റ് എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ ആണ്. സോ ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 3 ഇൻറ്റു 1, ദാറ്റ് ഇസ് ഈക്വൽ ടു 3/2 സെൻറ്റിമീറ്റർ സ്ക്വയർ. അതായത് 1.5 സെൻറ്റിമീറ്റർ സ്ക്വയർ 1.5 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു, ഇത് 90 ഡിഗ്രി, ഇത് 30 ഡിഗ്രി. ഓക്കെ, സോ ഇവിടെ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ളത് 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ളത് √3 ആയിരിക്കും, അല്ലേ? തൊട്ട് മുമ്പിലെ ക്വസ്റ്റ്യനിൽ നമ്മൾ അതാണ് പറഞ്ഞത്. സോ ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് 3 ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് √3.
So the answer is 3 root 3 divided by 2 centimeter square. This is the answer. ഇനി ഇതേപോലെ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഇവിടെ ഞാൻ പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു 90 ഡിഗ്രി, ഇത് 45 ഡിഗ്രി. നമ്മൾ തൊട്ട് മുമ്പിൽ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? റൂട്ട് 2 ആയിരിക്കും. സോ ഈ സൈഡും റൂട്ട് 2, ഹൈറ്റ് എന്ന് പറയുന്ന റൂട്ട് 2 ആയി. സോ ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറയുന്നത് 3 ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്ന റൂട്ട് 2. സോ 3 root 2 divided by 2 centimeter square is the area of this triangle.